കപ്പൽ യാത്രികയേറിയ ഒരു പണക്കാരിയാണെങ്കിൽ അവളുടെ പണത്തിന്റെ ഹുങ്കും അധികാരമൊക്കെ പാവപ്പെട്ട ജോലിക്കാരനോട് അടിച്ചമർത്തി തീർക്കും. പിന്നീടാണ് കപ്പൽ മുങ്ങി ഇവനാണെങ്കിൽ അവളെ ഒറ്റയ്ക്ക് കിട്ടുന്നതും പിന്നീട് അവളെ അടിമയാക്കി ഇവന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതും. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2002 റിലീസ് ചെയ്ത സ്വെപ്റ്റ് അവേ എന്ന് പറഞ്ഞ സിനിമയാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ കുറേ കാശുകാരായിട്ടുള്ള ആളുകൾ ന്യൂയോർക്കിന് പ്ലെയിനിലേക്ക് കയറുന്നായിരുന്നു. അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ നിന്ന് തന്നെ അവർ ഹെവി റിച്ച് ആയിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് അവർ ഇറങ്ങുമ്പോഴത്തേക്കും അവർക്കൊണ്ട് ലക്ഷറി കാറുകൾ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അവരെ കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഒരു കടൽ തീരത്തേക്കായിരുന്നു. അവിടെ വെച്ചാണ് നമ്മുടെ നായികയായിട്ടുള്ള ആംബറിനെയും അവളുടെ ഭർത്താവായിട്ടുള്ള ടോണിയും കാണിക്കുന്നത്. അവർക്ക് ട്രിപ്പിന് പോകാൻ വേണ്ടിയുള്ള ഷിപ്പെല്ലാം റെഡി ആയിട്ട് തന്നെ കിടക്കുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ ആംബറിന് ഇഷ്ടപ്പെടത്തില്ല. കാരണം അവൾക്കത് കാണുമ്പോഴത്തേക്കും ഒരു ചീപ്പായിട്ട് വേണ്ട തോന്നിക്കും. പക്ഷേ ടോണിയാണെങ്കിൽ അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. അതിൻ്റെ അകത്ത് എല്ലാ സെറ്റിങ്ങും ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇവരെല്ലാം സ്വാഗതം ചെയ്യും. ടോണി അവരോട് നല്ല രീതിയിൽ നിന്നെങ്കിലും ആംബർ ആണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ആയിട്ട് അവരോട് മൈൻഡ് ആക്കാതെ പോകും. അവളുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ക്യാപ്റ്റൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പെപ്പയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ആണെങ്കിൽ അവരെ റൂം കാണിക്കാൻ പെപ്പനെ തന്നെ ഏൽപ്പിക്കും. അവനാണെങ്കിൽ അവരെ റൂമിലേക്ക് കൊണ്ടുചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവളാണെങ്കിൽ അവൾക്ക് വേണ്ടി അവളെ ജിം എന്ത് ചെയ്യാൻ ചോദിക്കും. അപ്പോഴത്തേക്കാണ് പെപ്പ പറയുന്നത് ജിം ഇപ്പം തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുന്ന ഒരു മെഷീൻ എടുത്തുകൊണ്ട് വരും. അതുകൊണ്ട് അവൾ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അവനാണെങ്കിൽ രണ്ടാമത് പോയി ജമ്പ് ചെയ്യുന്ന റോപ്പ് കൊണ്ടുവന്നിട്ട് ഇത് എക്സസൈസിനുള്ളതെന്നൊക്കെ പറയും. അന്ന് രാത്രി ഗസ്റ്റുകളെല്ലാം ഡിന്നറിന് വേണ്ടി ഇരുന്ന് അവരുടെ കുറേ ട്രിപ്പിനെ പറ്റിയുള്ള നല്ല കഥകളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അന്നേരമാണ് ടോണിയാണെങ്കിൽ അങ്ങോട്ട് ക്യാഷ്വൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത്. ഇതാണ് ആംബറാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവനോട് ചൂടായിക്കൊണ്ടിരിക്കും. ഇതേ സമയത്ത് ക്യാപ്റ്റനാണെങ്കിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഈ ആംബർ പറയുന്നതിനെല്ലാം കേൾക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്തിനാണ്. അന്നേരം ക്യാപ്റ്റൻ പറയും അവർ പറയുന്നതെല്ലാം അനുസരിക്കാൻ വേണ്ടി വലിയൊരു എമൗണ്ട് തന്നെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. പിറ്റേ ദിവസം എക്സസൈസ് ചെയ്തുകൊണ്ട് ആംബറാണെങ്കിൽ അവളുടെ പൈസയെ പറ്റിയും കുറേ പൊങ്ങച്ചൊക്കെ അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇതെല്ലാം പെപ്പ അടുത്തുനിന്ന് കേട്ടോണ്ടിരിക്കും. പെപ്പ ചെന്ന് ക്യാപ്റ്റനോട് പറയും അവളാണെങ്കിൽ ഒരു റൂഡുമാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഒരു വിലയും കൊടുക്കാത്ത സ്ത്രീയാന്നൊക്കെ. ഉടനെ തന്നെ ആംബറാണെങ്കിൽ ഇവനെ വിരലാട്ടി വിളിച്ചിട്ട് അവൾക്ക് ബക്കറ്റും തോർത്തും കൊണ്ടു കൊടുക്കാൻ പറയും. ഇവനാണെങ്കിൽ ദേഷ്യത്തോടാണെങ്കിലും അത് ചെയ്യുകയും ചെയ്യും. ഈ ചെയ്ത് ഇവൻ നോക്കുമ്പോഴത്തേക്കും രണ്ട് വർക്കേഴ്സ് ആണെങ്കിൽ ആ പെണ്ണുങ്ങളെല്ലാം സൺബാത്ത് ചെയ്യുന്നത് ഒളിഞ്ഞു നോക്കുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഇവൻ അവരെല്ലാം ഓടിച്ചു വിട്ട ശേഷം ഇവനൊന്ന് നൈസായിട്ട് ഒളിഞ്ഞു നോക്കും. അന്നേരം കറക്റ്റ് സമയത്താണെങ്കിൽ ആംബർ ഇത് കാണുകയും ചെയ്യും. അവൾ അന്നത്തെ ദിവസം മുഴുവൻ ഇവനെയാണെങ്കിൽ ആ കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അന്ന് രാത്രി ഗസ്റ്റുകളെല്ലാം കൂടെ ഗാംബ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പെപ്പയാണെങ്കിൽ ഇതേ സമയം മീനും പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് ശരിയുമ്പോഴത്തേക്കും പെപ്പയാണെങ്കിൽ ഇവരുടെ റൂമിലോട്ട് വരും. അന്നേരം ഇവൻ്റെ ഉള്ള മീൻ കണ്ടിട്ട് ഇവർ ചോദിക്കും ഇവനാണ് എന്നും ഇവിടുത്തെ ഫുഡിന് വേണ്ടിയുള്ള മീൻ പിടിക്കാൻ ചോദിക്കും. ഇവനാണെങ്കിൽ അതെല്ലാം അതേന്ന് പറയും. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആംബറാണെങ്കിൽ ഫുഡിനെ പറ്റി കംപ്ലയിൻറ്റ് പറയുന്നത്. ദേഷ്യം വന്ന പെപ്പയാണെങ്കിൽ അവളുടെ തലയിലിട്ട് ആ ഫുഡെല്ലാം കൂടെ കോരി വയ്ക്കും. ഉടനെ അവളാണെങ്കിൽ കിടന്ന് കരഞ്ഞോണ്ടിരിക്കും ടോണിയോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ്. പക്ഷേ ഇവനാണെങ്കിൽ ടോണിക്ക് നേരെ കൈ ചൂണ്ടി വാൻ ചെയ്ത ശേഷം ഇവളെ എടുത്ത് കടലിലോട്ട് എടുത്ത് എറിയും. പക്ഷേ അതെല്ലാം ഇവൻ്റെ വേറെ ഓർമ്മ മാത്രമായിരുന്നു. ഇതേസമയം ആംബറാണെങ്കിൽ അവനോട് ദേഷ്യപ്പെട്ട് അവനെ കയറി തല്ലുകയും ചെയ്യും. ദേഷ്യം വന്ന് ഇവനാണെങ്കിൽ കിച്ചണിലേക്ക് എന്നിട്ട് അവിടെയുള്ള കുക്കിനോടെല്ലാം കഴിച്ചു നോക്കാൻ വേണ്ടി പറയും. അവരത് കഴിച്ചിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ ക്യാപ്റ്റൻ പറയും ഏതായാലും ഒന്നുകൂടെ കുക്ക് ചെയ്തേക്കാൻ പറയും. ഇതേ സമയത്ത് ക്യാപ്റ്റൻ ആണെങ്കിൽ ആംബറിനോട് ഒന്ന് മാപ്പൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അന്നേരമാണ് അവൾ പറയുന്നത് മാപ്പ് മാത്രം പോരാ, അവനെ പണിഷും കൂടെ ചെയ്യണമെന്ന് പറയും. ഇവനതെല്ലാം ഓക്കെ പറയും, കാരണം ഇവന് പൈസയായിരുന്നു അത്യാവശ്യം. പിറ്റേ ദിവസം ആ ഗസ്റ്റുകളെല്ലാം കൂടെ കടലിലേക്ക് പോയി മീനൊക്കെ പിടിക്കാൻ വേണ്ടി പോകും. അത് തിരിച്ച് വരുമ്പോഴേക്കും ആംബറാണെങ്കിൽ ക്യാപ്റ്റൻ പറയും മീനൊക്കെ കൊടുക്കും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഇഷ്ടപ്പെടാതെ പെപ്പയാണെങ്കിൽ എന്തോ പറയും. ഇത് കേട്ട് ആംബറാണെങ്കിൽ വീണ്ടും അതുപോലെ ഉടത്തിന് വേണ്ടി തുടങ്ങും. പക്ഷേ ക്യാപ്റ്റൻ ആ തൽക്കാലം പ്രശ്നം ഒഴിവാക്കി വിടും. കിച്ചണിൽ വെച്ച് ഇവർ മീൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആംബർ പിടിച്ച മീനുകളൊന്നും കുക്ക് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് മീനുകളായിരുന്നു. ഉടനെ ക്യാപ്റ്റൻ പറയും തൽക്കാലം പെപ്പയെ പിടിച്ച മീൻ കുക്ക് ചെയ്തിട്ട് ആംബർ പിടിച്ചാന്ന് പറഞ്ഞ് അവർക്ക് കഴിക്കാൻ കൊടുത്തേക്കാൻ. അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കപ്പൽ ഇങ്ങനെ ആടിയില്ല എന്ന സമയത്താണ് പെപ്പയാണെങ്കിൽ വലിയൊരു മീനെ പിടിച്ചുകൊണ്ട് ആംബറിന് മുമ്പിലോട്ട് നിന്ന് പെടുന്നത്. അവളാണെങ്കിൽ അത്യാവശ്യം ഡ്രങ്ക് ആയിരുന്നുകൊണ്ട് തന്നെ ഇവനുമായിട്ട് ഫ്ലിർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കും. ഇവന് മുന്നിലോട്ട് വിടാതെ തടഞ്ഞ ശേഷം ഇവനോട് അവളോട് ഡാൻസ് കളിക്കാൻ വേണ്ടി പറയും. പക്ഷേ അവൻ പറയും അവൻ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ ഒന്നും ഡാൻസ് കളിക്കത്തില്ലെന്ന്. പിന്നീട് ആ പെണ്ണുങ്ങളെല്ലാം കൂടെ ചീട്ട് കളിച്ച ശേഷം ആംബറാണെങ്കിൽ ഷിപ്പിൻ്റെ ഡെക്കിൽ പോയി കുറേ നേരം താഴോട്ട് നോക്കിയിരിക്കും. ഇതേ സമയത്ത് പെപ്പയാണെങ്കിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇത് കാണുമ്പോഴത്തേനും അവളാണെങ്കിൽ ഞാൻ കയറിപ്പോവും. പിറ്റേ ദിവസം ബാക്കി കുറേ ഗസ്റ്റുകളാണെങ്കിൽ അവളെ കൂട്ടാതെ ഒരു ഗുഹ കാണാൻ വേണ്ടി പോകും. അന്നേരമാണ് ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഇവള് വന്ന് ഇവരോട് പറയുന്നത് ഇവളെയും പുറകെ കൊണ്ടുപോകണമെന്ന്. പക്ഷേ പെപ്പ പറയും ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി വരും, ഇനി പോയ സേഫ് അല്ലെന്ന് പറയും. ഇവൾ വാശി പിടിക്കുമ്പോഴത്തേക്കിനും വേറെ വഴിയില്ലാതെ പെപ്പയാണെങ്കിൽ ഇവളെയും കൊണ്ട് പോകും. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ അവരുടെ ആ ബോട്ടിൻ്റെ എഞ്ചിനാണെങ്കിൽ സ്റ്റോപ്പായി പോകും. എന്നിട്ട് തന്നെ ആംബർ ഇതിനെപ്പറ്റി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവൻ പറയും കാലാവസ്ഥയെപ്പറ്റി നേരത്തെ പറഞ്ഞല്ലേ എന്ന്. അതോടുകൂടി ഇവർ വിട്ടുപോകും. അന്ന് രാത്രി മുഴുവൻ അവിടെ കിടക്കേണ്ടി വരും. രാവിലെ തന്നെ പെപ്പയാണെങ്കിൽ അതിൻ്റെ എഞ്ചിൻ ശരിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിലാണ് ടൂർ താഴെ പോയിട്ട് ഇവനാണെങ്കിൽ അതെടുത്ത് നമ്മുടെ കടലിലോട്ട് ചാടും. ഈ സമയത്താണ് ആംബർ എഴുന്നേക്കുന്നത്. അവളെ ഞെക്കുമ്പോഴത്തേക്കും പെപ്പെ കാണാനായിട്ട് അവൾ ഓർക്കും അവനാണെങ്കിൽ നൈസായിട്ട് ഇവളെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് മുങ്ങിയതാണ്. അവളവിടെ കിടന്ന് പേടിച്ച് കയറിക്കൊണ്ടിരിക്കും. അന്നേരമാണ് പെപ്പെ പെട്ടെന്ന് താഴ്ന്ന് മുങ്ങി വരുന്നത്. അന്നേരമാണ് ആംബർ ചോദിക്കുന്നത് ഇതുവരെ തന്നെ ഇവൻ്റെ ഫ്രണ്ട്സൊന്നും ഇവനെ തപ്പി വരാത്തതെന്ന്. ഉടനെ പെപ്പെ പറയും കടൽ എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലമൊന്നുമില്ല, ഇവിടെ കാണാതെ പോയി കഴിഞ്ഞാൽ കണ്ടുപിടിക്കില്ല, നല്ല പാടാണ്. പിന്നീട് അവനകത്ത് കയറി കഴിയുമ്പോഴത്തേക്കും ആംബറാണെങ്കിൽ അവിടെ എല്ലാം തപ്പി കഴിയുമ്പോഴത്തേക്കും ഒരു ഫ്ലെയർ ഗൺ കിട്ടും. ഇതേ സമയത്താണ് പെപ്പയാണെങ്കിൽ കടലിലടി പോയപ്പോൾ പിടിച്ചൊരു മീൻ ഇവൾ കഴിക്കാനായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവൾക്കാണെങ്കിൽ അത് ഇഷ്ടപ്പെടാണ്ട് അതെടുത്ത് കയറി. പെട്ടെന്നാണ് ദൂരെ നിന്നൊരു ഷിപ്പ് വരുന്ന കണ്ടിട്ട് ഇവളാണെങ്കിൽ ഫ്ലെയർ ഗൺ ഒരു വെടി വെക്കാൻ നോക്കുന്നത്. പക്ഷേ ഇവൾക്കാണെങ്കിൽ അത് ഉപയോഗിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇത് കണ്ട് ഫ്രസ്ട്രേഷൻ കഴിച്ച് പെപ്പയാണെങ്കിൽ അവളെ നിന്ന് തട്ടിപ്പറിച്ച് അത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കും. ആ പിടിവലിയുടെ ഫ്ലെയർ ഗൺ ഇവർ ബോട്ടിലേക്ക് വെടി വെച്ചിട്ട് ബോട്ടിൻ്റെ അത് വെള്ളം കയറി തുടങ്ങും. അങ്ങനെ സ്വാഭാവികമായിട്ടും പഞ്ചറായി പോയ ബോട്ടിലാണെങ്കിൽ രണ്ടുപേരും കിടന്ന് എന്ത് ചെയ്യണമെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചിരിക്കും. രാവിലെ ആകുമ്പോഴത്തേക്കിനും വേണം ദൂരെയായിട്ട് ഒരു ദ്വീപ് കാണുന്നതും അവരങ്ങോട്ട് തുഴഞ്ഞ് അവിടെ ചെല്ലുന്നതും.
ചെല്ലുമ്പോൾ തന്നെ പെപ്പയാണെങ്കിൽ ഉയരങ്ങളിൽ കയറി നോക്കുമ്പോഴത്തേക്കും അതൊരു ഡെസേർട്ടഡ് ആയിട്ടുള്ള ഐലൻഡാണ് പിടി കിട്ടും. ഇതിനെപ്പറ്റി അവളോട് പറയുമ്പോഴത്തേക്കും അവൾക്ക് ഇവനോട് പുച്ഛമായിരുന്നു. ഇവന് ബുദ്ധിയൊക്കെ ഇല്ലെന്ന് പറഞ്ഞ് അവൾ കളിയാക്കും. ഉടനെയാണ് ഇവൻ അവളോട് കയറി ചൂടാകുന്നത്, വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറഞ്ഞ്. പിന്നീട് ഇവനാണെങ്കിൽ അവളെ പോയി ഒരു ഹട്ട് പോലെ ഇവന് താമസിക്കാൻ വേണ്ടി ഒരു സ്ഥലമൊക്കെ ഉണ്ടാക്കിയെടുക്കും. പതിയെ അവനാണെങ്കിൽ ആയുധങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ഉപ്പുവെള്ളം എടുത്ത് നല്ല വെള്ളമാക്കിയും കുടിക്കാനൊക്കെ തുടങ്ങും. ഇതേസമയം അവൾ ഒറ്റപ്പെട്ടാണ് ആമ്പാറാണെങ്കിൽ ഒരു വിധത്തിൽ തപ്പി പെപ്പനെ കണ്ടുപിടിക്കും. അവളാണെങ്കിൽ ഒളിച്ചേർന്ന് ഇവൻ ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ഇച്ചിരി കഴിഞ്ഞാൽ മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്കും അവൻ കാണാതെ ഓടി വന്ന വെള്ളമെല്ലാം എടുത്ത് കുടിക്കും. ഇതേസമയം പെപ്പയാണെങ്കിൽ കടലിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഒരു ജീവിയും പിടിച്ചുകൊണ്ട് വരുമായിരുന്നു. ഇവർക്ക് വിശന്ന് വലഞ്ഞിരിക്കുമായിരുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഇവിടെ എത്ര പൈസ വേണമെങ്കിലും തരാം, അതിനെ കഴിക്കാൻ തരാമെന്ന് ചോദിക്കും. ഇവൻ പറയും ഇവന് പൈസയുടെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കാൻ നേരത്ത് ഇവളാണെങ്കിൽ മണൽ വാരി അവൻ്റെ ദേഹത്തോട്ട് എറിയും. ദേഷ്യം വന്ന് അവനാണെങ്കിൽ അവളെ കർണക്കുറ്റി നോക്കി ഒരു അടി കൊടുത്തിട്ട് പറയും ഇതിപ്പോൾ ഇവൻ്റെ റൂളായി ഇവിടെ നടക്കത്തുള്ളൂ, ഇവൻ പറയുന്നതല്ല അനുസരിച്ചോണോ എന്ന്. അത് കഴിഞ്ഞ് അവനാണെങ്കിൽ അവൻ്റെ അഡ്രസ്സെല്ലാം ഊരി അവൾ കൊടുത്തിട്ട് പറയും അതെല്ലാം അലക്കിക്കൊണ്ട് വരുവാണെങ്കിൽ ഇവനാണെങ്കിൽ കഴിക്കാൻ തരാമെന്ന്. അങ്ങനെ അവളെ കൊണ്ട് ഓരോ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി തുടങ്ങും. പിന്നീട് അവൾ അതെല്ലാം അലക്കിക്കൊണ്ട് വരുമ്പോഴേക്കും ഇവൻ പറയും ഇവളെ സേവനങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു, ഇനി തൊട്ട് ഇവൻ മാസ്റ്ററും ഇവളാണെങ്കിൽ അടിമയാണെന്ന് പറഞ്ഞ് അവൾക്കാണെങ്കിൽ ഭക്ഷണമെല്ലാം കഴിക്കാൻ കൊടുക്കും. അത് കഴിഞ്ഞ് ഇവനാണെങ്കിൽ ഇവളെ പുറത്തിട്ടിട്ട് അവരെ കൂടാരത്തിൽ പോയി കിടക്കും. അവളാണെങ്കിൽ പുറത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അവളെയും കൂടെ കയറ്റി വെളിയിലാണെങ്കിൽ ഭയങ്കര തണുപ്പാണ്, ഇവിടെ സർവൈവ് ചെയ്തില്ലെന്നൊക്കെ അവനാണൊന്നും മൈൻഡ് ആക്കത്തില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇവനാണെങ്കിൽ അവളോട് അവൻ്റെ റൂമെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടി പറയും. പിന്നീട് രണ്ടുപേരും കൂടെ ഒരുമിച്ച് മീൻ പിടിക്കാൻ വേണ്ടി പോകും. അത് കൊണ്ടുവന്നിട്ടാണെങ്കിൽ ഇവൻ അവളെ കൊണ്ട് അതെല്ലാം കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈ തവണ അവൾ പറയും ഇവനാണെങ്കിൽ ഇവളോട് നല്ലപോലെ പെരുമാറുവാണെങ്കിൽ ഇവൾ തിരിച്ച് രക്ഷപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു റിവാർഡൊക്കെ കൊടുക്കാമെന്ന്. ഇവനെപ്പറ്റെങ്കിലും പറയും നീ രക്ഷപ്പെടുന്നു തന്നെ എന്നെ ഉറപ്പ്, അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന അത്രയും കാലം ഇവളിപ്പം പറയുന്നതിൽ അനുസരിച്ച് വേണം, അഥവാ അനുസരിച്ചില്ല ഇവൾ ഷിപ്പ് വെച്ച് ഇവനോട് ചെയ്തപോലെ അപ്പം ശിക്ഷിക്കുമെന്നും കൂടെ പറയും. പിന്നീട് വീണ്ടും വരാണെങ്കിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകും. അവിടെ വെച്ചിട്ട് നീരാളിയെ കിട്ടുമ്പോഴേക്കും ഇവനാണെങ്കിൽ അവളുടെ ദേഹത്തോട്ട് എറിയും. അവൾ പേടിച്ചാണെങ്കിൽ കിടന്ന് കാറും. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നിരുന്ന അടുത്ത ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്താണ് അവൾ പതി അവൻ്റെ അടുത്ത് ഇരിക്കാൻ നേരത്ത് അവൻ പറയുന്നത് അവൾ ഇരിക്കല്ലേ, ഇവൻ പറയുന്ന പോലെ അനുസരിച്ചാണ് ആദ്യം മുട്ട നിൽക്കാൻ പറയും. അവളാണെങ്കിൽ അതുപോലെ ചെയ്യും. അന്നേരമാണ് ഇവൻ പറയുന്നത് അവളോട് ഒരു പാട്ട് പാടി ഡാൻസ് കളിക്കാൻ. അവളാണെങ്കിൽ അതും ചെയ്യും. ഇവനാണെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യും. പിറ്റേ ദിവസം ഇവനാണെങ്കിൽ സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവളാണെങ്കിൽ ഇവൻ്റെ തുണിയെല്ലാം ഇളകിക്കൊണ്ടിരിക്കും. പെട്ടെന്നാണ് ഇവനാണെങ്കിൽ അവളോട് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പം തന്നെ ബന്ധപ്പെടാമെന്ന് പറയുന്നത്. അവൾ പേടിച്ച് ഓടും. ഇവനാണെങ്കിൽ പുറകെ ചെന്ന് അവളെ പിടിക്കും. പക്ഷേ അവളാണെങ്കിൽ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. കാരണം ഇവൻ പറയും ഇവനാണെങ്കിൽ ലവ് തോന്നുന്നവരോട് മാത്രമേ ബന്ധപ്പെടത്തുള്ളൂ. പിന്നീട് നമ്മളെ കാണിക്കുന്ന ആമ്പറാണെങ്കിൽ കടൽ തീർത്ത് എന്തൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിറ്റേ ദിവസം ആമ്പറാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് കുറേ വിറക് കളക്ട് ചെയ്തുകൊണ്ട് വരും. പിന്നെ ലോൺലെസ് മാറാൻ വേണ്ടി പതി ഇവനുമായിട്ട് ബന്ധപ്പെടും. പിന്നീട് ഇവനാണെങ്കിൽ അവളെ ഇവൻ്റെ കൂടാരത്തിൽ കയറ്റി കടത്താനും തുടങ്ങി. പതി ഇവരുടെ ഓരോ ദിവസം നല്ല എൻജോയ്മെൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസമാണെങ്കിൽ അവൾ ഇവനോട് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയും. അന്നേരമാണ് ഇവന് പറയുന്നത് ഈ ദ്വീപിപ്പെട്ടിലാരെങ്കിലും ഇതൊന്നും ഒരിക്കലും സംഭവിക്കാനും പോകുന്നില്ലായിരുന്നു. പിന്നീട് ഒരു ഇവരെ തീരത്ത് കിടക്കുമ്പോഴാണ് ദൂരെയായിട്ട് ഒരു ബോട്ട് വന്ന് കിടക്കുന്നതാണ്. പെപ്പെ അവരെ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും ഇവളാണെങ്കിൽ തടയും. കാരണം ഇവൾക്ക് ഇവിടെ ശരിയും ഇഷ്ടപ്പെട്ടായിരുന്നു, അതുപോലെ തന്നെ ഇവനോട് ഇഷ്ടമുള്ളതാണെന്ന് പറയും. ഇവൻ പറയും അങ്ങനെങ്കിൽ ദ്വീപിലല്ല യഥാർത്ഥ വേൾഡിലാണ് ഇഷ്ടം തെളിയിക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവരെ വിളിച്ച് രണ്ടുപേരും ഇവിടെ നിന്ന് രക്ഷപ്പെടും. അവിടെ ചെന്ന ശേഷം ടോണിയാണെങ്കിൽ പെപ്പയോട് തൻ്റെ ഭാര്യനെ രക്ഷിച്ചതിന് നന്ദിയൊക്കെ പറയും. പെപ്പ അതൊന്നും മൈൻഡാക്കാൻ നേരെ ബാറിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ടോണിയുടെ ഒരാളാണെങ്കിൽ ഇവന് റിവാർഡ് കൊടുക്കാൻ വേണ്ടി വരും. ഇവനാണെങ്കിൽ അവനെ പിടിച്ച് പുറത്താക്കും. പക്ഷേ അവനാണെങ്കിൽ ആ ബാഗ് ഇവിടെ ഇട്ടിട്ടായിരുന്നു പോയത്. ഇവൻ നോക്കുമ്പോൾ അതിൻ്റെ അത് നിറയെ ക്യാഷ് ആയിരുന്നു. ഇവനൊന്നും നോക്കത്തില്ല, നേരെ ഒരു ജ്വല്ലറിയിലേക്ക് പോയി ആ മുഴുവൻ ക്യാഷിനും വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള റിങ് വരികയും. പിന്നീട് ആമ്പറാണെങ്കിൽ ടോണിയുമായിട്ട് ഒരു ഹോട്ടലിൽ ചെല്ലുമ്പോഴാണ് പിന്നീട് പെപ്പ അവളെ വിളിക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ പെപ്പയാണെങ്കിൽ ആമ്പറിനോട് ഒളിച്ചോടാൻ വേണ്ടി നാളെ തന്നെ ബോട്ട് റെഡിയാവുമെന്ന് പറയും. അവളും എല്ലാത്തിനും സമ്മതിക്കും. അതിന് മുന്നോടിയായിട്ട് ഇവനാണെങ്കിൽ ആമ്പറിന് മാത്രം കൊടുക്കണമെന്ന് പറഞ്ഞാൽ റിസപ്ഷനിസ്റ്റിൻ്റെ കൈ കൊണ്ട് ഒരു എൻവലപ്പ് കൊടുക്കും. പിറ്റേ ദിവസം അവളങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ പതി എൻവലപ്പ് എടുക്കും. അന്നേരത്തേക്കിനും ടോണി വരും. റിസപ്ഷനിസ്റ്റ് ഉടനെ തന്നെ ടോണിക്ക് അതങ്ങ് കൊടുക്കും. ടോണിയെ തുറന്നു നോക്കുമ്പോഴത്തേക്കിനും അവർക്ക് ഹെലികോപ്റ്റർ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എൻവലപ്പ് ആയിരുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആമ്പറിനെ കൊണ്ട് ഹെലികോപ്റ്ററിലേക്ക് പോകും. അവിടെ വെച്ച് ടോണിയാണെങ്കിൽ ആമ്പറിൻ്റെ കയ്യിലേക്ക് $100 അതുപോലെ തന്നെ എൻവലപ്പും കൊടുത്തിട്ട് അത് ബെൽബോയ്ക്ക് ഡിപ്പായിട്ട് കൊടുക്കാൻ വേണ്ടി പറയും. ആ എൻവലപ്പ് ശരിക്കും പെപ്പ അയച്ചതായിരുന്നു. ഇവളാണെങ്കിൽ അതൊന്നും അറിയാതെ അതാണ് ബെൽബോയ്ക്ക് കൊടുക്കും. ബെൽബോയ് ആണെങ്കിൽ ആ പൈസ എടുത്ത ശേഷം അതിൻ്റെ അകത്ത് ടോണി കൊടുത്തേക്കുന്ന പെപ്പ ഇപ്പം നിൽക്കുന്ന ബോട്ടിൻ്റെ അഡ്രസ് ഉണ്ടായിരുന്നു, അവിടേക്ക് കൊണ്ടുപോയി കൊടുക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും പെപ്പ തുറന്നു നോക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ആമ്പറിന് കൊടുക്കാൻ വേണ്ടി മേടിച്ച് ഇറങ്ങി അതിൻ്റെ അത് കാണും. ഇവൻ വെപ്രാളം പിടിച്ച് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നത് ബെൽബോ ആണെങ്കിൽ ഹെലികോപ്റ്ററിലേക്ക് ചൂണ്ടിക്കാണിക്കും. ഇവനാണെങ്കിൽ ഹെലികോപ്റ്ററിൻ്റെ പുറകെ ഓടും. പക്ഷേ അതിന് മുമ്പേ ഹെലികോപ്റ്റർ അങ്ങ് ഉയർന്ന് പൊങ്ങിപ്പോയായിരുന്നു. ദേഷ്യ സങ്കടം വന്ന് ഇവനാണെങ്കിൽ ആ റിങ് എടുത്ത് വെള്ളത്തിലേക്ക് എറിയും. അതോടുകൂടി സിനിമ അവിടെ അവസാനിക്കും.